ഡാർക്ക് ടൂറിസം മുതൽ ഹെയ്റ്റ് കേരള വരെ ദുരന്തത്തിന് പിന്നാലെ പലതരത്തിലുള്ള പ്രചാരണങ്ങളാണ് കേരളത്തിനെതിരെ നടക്കുന്നത്. കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ കാണിക്കയിടരുത് എന്ന് പ്രചരിപ്പിച്ച രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുത് എന്ന പ്രചാരണവും ഇപ്പോൾ നടക്കുന്നത്. ഡാർക്ക് ടൂറിസം, ചെർണോബിൽ തുടങ്ങിയ ടെലിവിഷൻ ഷോകൾ മരണം കാണാനുള്ള കരിയാത്രകളാണ്. വയനാട്ടിലേക്ക് ഇപ്പോൾ നടക്കുന്നതിനെയും ഡാർക്ക് ടൂറിസം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ യാത്രകൾ വേണ്ടെന്നാണ് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത്. ഡാർക്ക് ടൂറിസം പോലെ നിരവധി ഹെയ്റ്റ് ക്യാമ്പയിനുകളും നടക്കുകയാണ്. കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടും ഒന്നും ചെയ്തില്ലെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ഏറ്റുപിടിച്ചാണ് ഈ പ്രചാരണം. ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് 23-ന് തന്നെ അറിയിച്ചുവെന്ന് വരെയാണ് പ്രചരിപ്പിക്കുന്നത്. മഴയുടെ പതിവ് മുന്നറിയിപ്പിനപ്പുറമൊന്നും നൽകിയിരുന്നില്ലെന്ന് IMD ഡയറക്ടർ തന്നെ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചു. റെഡ് അലേർട്ട് പോലും ഉരുൾപൊട്ടിയ ശേഷമാണ് നൽകിയതെന്നും സ്ഥിരീകരണമുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കേരളത്തിന് വീഴ്ചയുണ്ടായി എന്ന ത്രെഡുകളിൽ ഇപ്പോഴും ആളുകൾ കമന്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊപ്പമാണ് നയാ പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകരുതെന്ന പ്രചാരണം. ഒരു ഡസനിലേറെ കേസുകൾ ഇതിൽ എടുത്തു കഴിഞ്ഞു. ഇത്തരം പ്രചാരണങ്ങൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ DGPക്ക് പരാതി നൽകി. പക്ഷേ പണം നൽകരുതെന്ന പോസ്റ്ററുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കല്ലാതെ മറ്റൊരു തരത്തിലും സംഭാവന നൽകരുതെന്ന് സർക്കാർ പറഞ്ഞെങ്കിലും സേവാഭാരതി സ്വന്തം നിലയ്ക്ക് പിരിവ് നടത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി അതിനുള്ള സന്ദേശങ്ങൾ സേവാഭാരതി കൈമാറിക്കൊണ്ടിരിക്കുകയുമാണ്. ഇതിനിടെ നടി നിഖില വിമൽ DYFIയുടെ നേതൃത്വത്തിലുള്ള ദുരിതാശ്വാസ ക്യാമ്പിൽ പങ്കെടുത്ത ചിത്രം RSSന്റേതായും ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നുണ്ട്. ടീം ന്യൂസ് മലയാളം, വയനാട്.